റഹ്മാനായ റബ്ബ് എല്ലാവിധ അസുഖങ്ങൾക്കും പരിഹാരം തന്ന് സന്തോഷം കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ അസുഖം ബാധിച്ച ആളുകളുണ്ട്. റഹ്മാനായ റബ്ബ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങൾക്കും ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സലാംക്ക് നേരത്തെ സംസാരിക്കുമ്പോൾ അവനോട് പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു, ഇവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സുഹൃത്ത് സഹോദരൻ, അദ്ദേഹം ഈ പരിപാടിയോട് വളരെ സന്തോഷത്തിൽ സ്നേഹത്തിൽ കൂടെ നിന്ന് സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനുമുണ്ട് ചില പ്രയാസങ്ങൾ, അസുഖബാധിതരായ ആളുകളൊക്കെ ഉണ്ട്. എല്ലാം അറിയുന്ന അല്ലാമുൽ ഗയൂബായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും കുടുംബത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മയൊക്കെ ഏറ്റെടുക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളിവിടെ പറഞ്ഞത് കേട്ടതൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ നിയ്യത്ത് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളിവിടെ ഇരുന്നത്, ഞങ്ങൾ പറഞ്ഞത് കേട്ടതൊക്കെ നാളെ ഞങ്ങളുടെ ഖബറിൽ വെളിച്ചമുള്ള അമലാക്കി നീ എത്തിച്ചേരണേ അല്ലാഹ്. ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, ഇവിടെ പേര് പറയപ്പെട്ടവരും അല്ലാത്തവരുമായി. ഞങ്ങളൊക്കെ മനസ്സിലുള്ള ഒരുപാട് ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ. നീ അതൊക്കെ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ നിനക്കറിയാം. വിഷമങ്ങളൊക്കെ ദൂരീകരിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളുടെയും ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാരൊക്കെ ഖബറിൻ്റെ ഉള്ളിലാണ് റബ്ബേ. അവരുടെ അവസ്ഥകൾ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അവരുടെയൊക്കെ ഖബർ ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും അസുഖബാധിതരായി കിടക്കുന്നവരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ രോഗികളുണ്ട്, നിരന്തരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. റഹ്മാനായ അല്ലാഹ്, ഷാഫിയായ റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ അവശതകൾ, കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ, നിയമപരമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന കുടുക്കിൽപ്പെട്ട ആളുകളുണ്ട് റബ്ബേ. നീ പരിഹാരം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് ഖൈറായ നിലക്ക് എത്രയും പെട്ടെന്ന് കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ സദസ്സിൽ ബഹുവന്യരായിട്ടുള്ള ഉസ്താദുമാരുണ്ട്. അവരുടെ തഅലീമുകളിൽ ഖിദ്മത്തുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബഹുവന്യരായിട്ടുള്ള കരീം ഹാജി ഉൾപ്പെടെ ബഹുവന്യരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെയും പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. എല്ലാ പ്രയാസങ്ങളും നീ പരിഹാരം കാണിച്ചു തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഈ ശരീരത്തിൽ ആരോഗ്യവും ആഫിയത്തും നിലനിർത്തി തരണേ അല്ലാഹ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖം ബാധിച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി കിടന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്തു തരേണ്ട അവസ്ഥകളിൽ നിന്ന് റബ്ബേ, നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അസുഖം ബാധിച്ച് കിടക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആക്സിഡൻറ്റുകളിൽ നിന്ന്, പെട്ടെന്നുള്ള അസുഖങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്ന നേരത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സന്തോഷത്തോടെ, കടങ്ങളും ബാധ്യതകളും ഇല്ലാതെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, നല്ല നേരത്ത് നല്ലവരുടെ സമീപത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെയൊക്കെ ഖബർ ജീവിതം റാഹത്തിലാക്കണേ റബ്ബേ. ഖബറിന് ശേഷമുള്ള ബർസഖിയായ ജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റബ്ബേ. നിനക്കറിയാം, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഗൾഫ് നാടുകളിൽ വലിയ ഭീതിയിലും ആശങ്കയിലുമാണ് റബ്ബേ. ലോകത്ത് നീ സമാധാനം നിലനിർത്തണേ അല്ലാഹ്. സമാധാനം നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നീ സുരക്ഷയും സംരക്ഷണവും നൽകണേ അല്ലാഹ്. റബ്ബേ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരവിടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ലോകരാജ്യങ്ങൾക്ക്, രാജ്യം ഭരിക്കുന്ന നേതാക്കൾക്ക് നീ സൽബുദ്ധി കൊടുക്കണേ അല്ലാഹ്. നീ സൽബുദ്ധി കൊടുക്കണേ റബ്ബേ. രക്തച്ചൊരിച്ചിലുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന അവസ്ഥകളിൽ നിന്ന്, ലോകസമാധാനം ഇല്ലാതെയായി പോകുന്ന അവസ്ഥകളിൽ നിന്ന്, രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവങ്ങളിൽ നിന്ന്, യുദ്ധങ്ങളിൽ നിന്നൊക്കെ റബ്ബേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാടുകളിലൊക്കെ നീ ഐക്യവും സാഹോദര്യവും നിലനിർത്തി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, 2 പതിറ്റാണ്ടിലേറെ കാലമായി ഈ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിൽ, ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ കീഴിൽ ഖുർആൻ ക്ലാസ്സുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ട്, അതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ വാർഷിക പരിപാടി എന്ന നിലക്ക് ഇതിലൊക്കെയും നിറസാന്നിധ്യം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ സാരഥികളുണ്ട്, പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട്. റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്.
ഖൈർ നൽകണേ തമ്പുരാനെ. ദുനിയാവും ആഖിറവും റാഹത്തിലാക്കി തരണേ അല്ലാഹ്. റമദാൻ മാസത്തിൽ മഗ്ഫിറത്ത് ലഭിക്കാതെ പോകുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഈ റമദാൻ കഴിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കി സ്വർഗം ലഭിക്കുന്നവരിൽ, മഗ്ഫിറത്ത് ലഭിക്കുന്നവരിൽ നീ സാധുക്കളായി ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم شهر رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على والحمد لله رب العالمين.